സഹോദരി സഹോദരന്മാരെ, നല്ലവരായ വോട്ടർമാരെ, സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 26-ാം തീയതി നടക്കുന്ന ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോടും അയൽക്കാരോടും ബന്ധുക്കളോടും എല്ലാവരോടും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്തവണ മോദി സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ടാവും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലം വരുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു 100 സീറ്റെങ്കിലും അധികം നേടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സമ്പൂർണമായിട്ടുള്ള തകർച്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ വലിയ പ്രചാരണം നടത്തി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പ്രചരിപ്പിച്ചാണ് കഴിഞ്ഞ തവണ ജനങ്ങളെ വഞ്ചിച്ചത്. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാനുള്ള സീറ്റ് പോലും പോയിട്ട് പ്രതിപക്ഷ നേതാവാകാനുള്ള സീറ്റ് പോലും ലഭിച്ചില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം അതാണ്. അതുകൊണ്ട് വലിയ നഷ്ടം നമ്മുടെ നാടിനുണ്ടായി. കഴിഞ്ഞ 10 വർഷം രാജ്യത്തിന്റെ പൊതുവായ വികാരത്തിനനുസരിച്ച് നിൽക്കാത്തതിന്റെ പേരിൽ മലയാളികൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടമായി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. BJP അധികാരത്തിൽ വന്നാൽ ഇവിടെ എല്ലാം പ്രശ്നമാവും, ന്യൂനപക്ഷങ്ങളെല്ലാം ഇവിടെ നിന്ന് ഓടേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കള്ള പ്രചരണം നടത്തിയാണ് കോൺഗ്രസും CPM-ഉം ഇവിടെ കൂട്ടുപിടിച്ചത്. പക്ഷേ അതിന്റെ ഫലം ഇവിടുത്തെ നാട്ടുകാർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടായില്ല. കേരളത്തിൽ മോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവികാരം വളരെ ശക്തമായി എന്ന് മനസ്സിലായതുകൊണ്ടാണ് വ്യാപകമായ പ്രചരണമാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ CAA എന്ന് മാത്രമാണ് പറയുന്നത്. കോൺഗ്രസുകാരാണെങ്കിൽ തെലങ്കാനയിൽ ഒരു പള്ളി ആക്രമണം നടന്നിരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞ ആളും പോലീസുകാരും തോളിൽ കേട്ട് പോവുകയാണ്. വൈദികനെ ആക്രമിക്കാൻ ശ്രമിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നേയില്ല. തെലങ്കാനയിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചത് കോൺഗ്രസുകാരാണ്. അത് ഇവിടെ പ്രചാരണ വിഷയമാക്കുകയാണ്. സംഘപരിവാർ പള്ളി ആക്രമിച്ചു. ഇത് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവുന്ന വെപ്രാളത്തിൽ നിന്നുണ്ടാവുന്ന പ്രചരണമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണയാണ് വയനാട് നൽകിയത്. 4,35,000 വോട്ടിന്റെ ഭൂരിപക്ഷം. എന്നാൽ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ പിന്തുണ ലഭിച്ചിട്ടും വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിച്ചു. ഇങ്ങോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ഇവിടുത്തെ ഒരു കാര്യത്തിലും അദ്ദേഹം ഉണ്ടായില്ല. ഇന്ത്യൻ പാർലമെന്റിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുപോലും അദ്ദേഹം സംസാരിച്ചില്ല. വയനാട് മണ്ഡലത്തിന്റെ ഒരു വിഷയവും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചില്ല. ഒരു മന്ത്രിയെയും കണ്ട് വയനാട്ടുകാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. സമ്പൂർണമായിട്ട് വയനാട്ടുകാരെ അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലം രാഹുൽ ഗാന്ധി പോയത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വയനാട് എൻ്റെ കുടുംബമാണ്, ഇനിയും വയനാട്ടുകാരെ വഞ്ചിക്കണം. ഈ 26-ാം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം അമേഠിയിൽ നിന്നോ അല്ലെങ്കിൽ റായ്ബറയിൽ നിന്നോ മത്സരിക്കും. പക്ഷെ അത് 26 വരെ അദ്ദേഹം മിണ്ടുന്നില്ല. 26 വരെ അദ്ദേഹം മിണ്ടാത്തത് വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയുടെ പിന്തുണയുള്ളതുകൊണ്ടാണ്. ഇപ്പം മുസ്ലിം ലീഗിന്റെ കൊടി അവരുടെ MSFന്റെ സമ്മേളനത്തിൽ പോലും പിടിക്കാൻ സമ്മതിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ സമ്മതിച്ചു, അവിടെ BJP പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ഈ വണ്ടൂരിലെ MSFന്റെ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് പച്ചക്കൊടി പിടിക്കാൻ പറ്റാത്തത്?
ഇത്രയും വഞ്ചനാപരമായ ഒരു നിലപാട് സ്വന്തം മുന്നണിയിലെ ആൾക്കാരോട് കാണിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് 6-7 ലക്ഷം വോട്ട് കൊടുത്ത നമ്മുടെ വയനാട്ടിലെ വോട്ടർമാർ ഇനിയും അത് വിഡ്ഢികളാവേണ്ട ആവശ്യമുണ്ടാകും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വലിയ നേതാവാണ്, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ അവർക്ക് ഇന്ത്യയിൽ എത്ര സീറ്റ് കിട്ടും? ഇന്ത്യൻ പാർലമെന്റിൽ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കുന്നു. ഒരു പാർലമെന്റിൽ പോയിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവർ യാചിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട്, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, നമ്മളെ സുഹൃത്തുക്കളാണ്. നോക്ക്, ഇങ്ങനെ ഒരു നാടകം എന്തിനാണ് കാണിക്കുന്നത്? IND മുന്നണിയുടെ പ്രധാന 2 ഘടകകക്ഷികളാണ് അവർ. എന്തിനാണ് അവർ പരസ്പരം മത്സരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോരുത്തരുടെയും ഭാവിയെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. വയനാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ഇതുവരെയുള്ള ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്? ആ ചുരത്തിന്റെ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയാത്തവരാണ് ഇവിടെ മല മറിക്കുമെന്ന് പറയുന്നത്. ഒരു കാര്യവും വയനാട്ടിൽ നടക്കുന്നില്ല. കർഷകരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ചേമ്പോ വാഴയോ കപ്പയോ നട്ടാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ പോലുള്ള യോഗം വയനാട്ടുകാർക്കില്ല. എന്ത് ചെയ്തു നമ്മുടെ ജനപ്രതിനിധികൾ? എന്താണ് അവരുടെ ഉത്തരവാദിത്വം? ഇന്ത്യയിൽ തീവണ്ടി ഇല്ലാത്ത വിരലിലെണ്ണാവുന്ന ജില്ലകളെ ഉള്ളൂ. എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി? എന്ത് ചെയ്തു കേരളത്തിലെ സർക്കാർ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞാൽ ഇന്ന് 10-12 യോഗത്തിൽ പോകാനുണ്ട്. വയനാടിന് വികസനം വേണം. മോദി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി വേണം. ഇവിടെ തന്നെ ഉള്ള ഒരു ജനപ്രതിനിധി വേണം. അതുകൊണ്ടാണ് ഈ എളിയ പൊതുപ്രവർത്തനായിട്ടുള്ള ഞാൻ 24 മണിക്കൂറും വയനാട്ടിലെ വോട്ടർമാരോടൊപ്പം നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും മോദി സർക്കാരിന്റെ സഹായത്തോടു കൂടി പരിഹരിക്കാമെന്നുള്ള ഗ്യാരണ്ടിയാണ് ഈ നാട്ടിലെ വോട്ടർമാർക്ക് ഞങ്ങൾ നൽകുന്നത്. നമ്മുടെ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്ക് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഊഷ്മളമായ സ്വീകരണങ്ങളെ ഏറ്റുവാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ കരുത്തുറ്റ സാരഥി NDAയുടെ സ്ഥാനാർത്ഥി KS സുരേന്ദ്രേട്ടൻ ഈ മലയോര മേഖലയായ കോടഞ്ചേരി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനും വേണ്ടിയിട്ട് അദ്ദേഹം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതു വലതു മുന്നണികൾ ഭരിച്ചു മുടിച്ച ഈ വ്യവസ്ഥയിൽ നിന്നും ഈ കോടഞ്ചേരി മേഖല മാറണം. നമുക്കറിയാം, കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ. ഒരു ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ, അതായത് ഇന്നേ വരെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഈ ഭാഗത്ത് വന്നിട്ട് ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിക്കുമെന്നുള്ള ഒരു വാക്കും നമുക്ക് തന്നിട്ടില്ല. അതേപോലെ നിരവധി പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി, ഈ ലോകാരാധ്യനായ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തിയേകുന്നതിന് വേണ്ടി BJPയുടെ സാരഥി NDAയുടെ സ്ഥാനാർത്ഥി KS സുരേന്ദ്രേട്ടന് താമര അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വോട്ടുകൾ അദ്ദേഹത്തിന് നൽകണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഹാർദമായി സ്വീകരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ഹാർപ്പണം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്ന ആളുകളൊന്ന് ആരാർപ്പണം ചെയ്യുന്നു. KGS മണിയേട്ടൻ, ഏലിയാസ് വേളങ്കോട്, അയ്യപ്പൻ നൂറാന്തോട്, സിജു തോട്ടുമൊഴി, സജിത കട്ടപ്പച്ചാൽ, സനൽ നാരങ്ങാത്തോട്, സുരേഷ് കണ്ണോത്ത്.
ബഹുമാന്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ഈ പ്രദേശത്തെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളം മാറണം, മോദിജിയുടെ ഗ്യാരണ്ടിക്കൊപ്പം എന്ന ആശയം നിങ്ങളുടെ മുമ്പിലാകെ അവതരിപ്പിച്ചുകൊണ്ട് 10 വർഷമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്കൊപ്പം കേരളത്തിനും കുതിപ്പുണ്ടാകണം. അതിന് വയനാടൻ മണ്ണിന്റെ മനസ്സറിഞ്ഞിട്ടുള്ള, വയനാട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള, വയനാടൻ മണ്ണിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്ന യുവനക്ഷത്രമായി വളർന്ന ശ്രീ കെ സുരേന്ദ്രൻ ജി, അദ്ദേഹത്തെയാണ് വയനാടിന്റെ മണ്ണിന്റെ മനസ്സറിയാൻ, വയനാടിന്റെ മണ്ണിലെ മക്കൾ വിജയിപ്പിക്കേണ്ടത് എന്ന് എളിയ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ സജ്ജനങ്ങളോട്, ജനാധിപത്യ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്.